നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് 12ലേറെ രാജ്യങ്ങളിൽ കമ്പനികൾ ഉള്ളതായി അടുത്തിടെ ക്രൈം പുറത്തുവിട്ടിരുന്നു. അനധികൃത പണമിടപാടുകളും ഉണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഇവർ വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചതിന്റെ രേഖകൾ എടുത്ത് പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കമ്പനികളെല്ലാം ഇവരുടെ നിക്ഷേപങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു ഇടമാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UAE, ഖത്തർ, സൗദി അറേബ്യ, മാൾട്ട തുടങ്ങി വിവിധ രാജ്യങ്ങളിലാണ് ഇവർക്ക് നിക്ഷേപങ്ങളുള്ളത്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി നോക്കി നടത്തുന്നത് പിണറായിയുടെ മകൻ വിവേക് കിരൺ ആണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കാനഡയിലെ ഇത് കടലാസ് കമ്പനിയാണെന്ന് പറയുമ്പോൾ ഇതെന്തിനാണ് ഒരു കടലാസ് കമ്പനി കാനഡയിൽ നടത്തുന്നത് എന്ന ചോദ്യവും ഉയരും. അതിനുള്ള ഉത്തരമൊക്കെ റിവേഴ്സ് ഹവാല എന്നത് മാത്രമാണ്. കാനഡയിലെ കമ്പനിയായ സ്കൈ 11 എക്സാലോജിക് പോലെയുള്ള ഒരു 1% കമ്പനിയാണെന്നാണ് ഇതുവരെയുള്ള പ്രാഥമിക നിഗമനം. ആ കമ്പനിയുടെ മൂലധനം വീണ തൈക്കണ്ടിയുടെ സ്വന്തം സമ്പാദ്യമാണെന്ന് കരുതാം. കാരണം വീണയ്ക്ക് ഇന്ത്യയിൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ വരുമാനമുണ്ടായിരുന്നു. അതേത് കമ്പനിയല്ലേ? അതെല്ലാം വഴിയെ തെളിഞ്ഞു വരും. സ്കൈ 11 എന്നത് ഏതായാലും എക്സാലോജിക്കിന്റെ ഓവർസീസ് സബ്സിഡിയറി അല്ല. കാരണം എക്സാലോജിക് പൂട്ടിയെന്ന് ROCക്ക് രേഖാമൂലം റിട്ടേൺ സമർപ്പിച്ചതിനു ശേഷമാണ് സ്കൈ 11 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഒരു കമ്പനി വിദേശത്ത് സബ്സിഡിയറി തുടങ്ങാൻ റിസർവ് ബാങ്കിന്റെ FEMA പ്രകാരമുള്ള അനുമതി തേടേണ്ടതുണ്ട്. അതുകൊണ്ട് സ്കൈ 11 വീണ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് സ്ഥാപിച്ച ഒരു കമ്പനിയാണെന്ന് അനുമാനിക്കാം. 2004 LRS അതായത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം ഇന്ത്യൻ റെസിഡന്റ് പൗരൻ ആണെങ്കിൽ $25,000 വരെയും വിദേശത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനോ കറന്റ് അക്കൗണ്ടിൽ കൊണ്ടുപോകാനോ അനുമതി വേണ്ട. ടാക്സ് റിട്ടേൺ സമർപ്പിക്കുമ്പോൾ അത് ഡിക്ലെയർ ചെയ്താൽ മതി. പക്ഷേ അത് കമ്പനികൾക്കോ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കോ ട്രസ്റ്റുകൾക്കോ ഒന്നും കഴിയില്ല. അവർ RBIയുടെ മുൻകൂർ അനുമതി വാങ്ങിയേ നടത്താവൂ. അങ്ങനെ നോക്കുമ്പോൾ എക്സാലോജിക് ഇങ്ങനെ നിലവിലുള്ള കാലത്ത് അനുമതി നേടി അയച്ചതാകാനും സാധ്യതയില്ല. ഉണ്ടെങ്കിൽ എക്സാലോജിക്കിന്റെ റിട്ടേണിൽ അത് ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും അത് വീണ തൈക്കണ്ടി LRS സ്കീം വഴി അയച്ചതാകാനേ വഴിയുള്ളൂ. ഇനി നോക്കേണ്ട കാര്യം വീണ ഇത്രയും നാൾ ഫയൽ ചെയ്ത ഇൻകം ടാക്സ് റിട്ടേണിൽ എങ്ങനെ LRS മാർഗത്തിലൂടെ പരമാവധി ലിമിറ്റായ $25,000 ഉദ്ദേശം 2 കോടി രൂപ കാനഡയിലെ സ്കൈ 11 സ്ഥാപിക്കാനായി അയച്ചത് ആനുവൽ ഇൻകം ടാക്സ് റിട്ടേണിൽ ഡിക്ലെയർ ചെയ്തോ എന്നാണ്. ഇല്ലെങ്കിൽ നീരവ് മോദിയും വിജയ് മല്യയും പോലുള്ള ടീമുകൾ ചെയ്തതുപോലെയുള്ള FEMA വയലേഷൻ തന്നെയാകും അത്. അല്ലെങ്കിൽ ഗുജ്ജു ഡയമണ്ട് എക്സ്പോർട്ടേഴ്സ് ചെയ്യുന്ന റിവേഴ്സ് ഹവാല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്താണ് റിവേഴ്സ് ഹവാല? വിദേശത്ത് രേഖകളിൽ പെടാത്ത തദ്ദേശ കറൻസി ആവശ്യമുള്ളവർക്ക് കൂടിയ നിരക്കിൽ നൽകുന്നതാണ് റിവേഴ്സ് ഹവാല. ഇത് ഇന്ത്യക്കാർക്കോ വിദേശികൾക്കോ ആകാം. ഈ രംഗത്ത് മലയാളികൾ ഇപ്പോൾ സജീവമാണ്. വിദേശത്ത് ഹവാല ഏജന്റുമാർ വഴി ശേഖരിക്കുന്ന അവിടുത്തെ കറൻസിയാണ് ഇങ്ങനെ വിതരണം ചെയ്യാറുള്ളത്. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലും മറ്റും അനധികൃത ഇടപാടുകാർ വഴി ശേഖരിക്കുന്ന വിദേശ കറൻസി വിദേശത്തേക്ക് കള്ളക്കടത്ത് നടത്താറുണ്ട്. ചില ഇറക്കുമതി ബിസിനസ്സുകാർ തീരുവ വെട്ടിക്കുറക്കാൻ ഇറക്കുമതി സാധനങ്ങളുടെ വില കുറച്ചു കാണിക്കും. രേഖകളിൽ കാണിക്കുന്ന തുക മാത്രമേ ഔദ്യോഗികമായി വിദേശത്തേക്ക് അയക്കാൻ പറ്റൂ. ബാക്കി തുക ഹവാല ഇടപാടുകാർ വിദേശ കറൻസിയായി നൽകും. ഇറക്കുമതിക്കാരൻ പകരം നൽകുന്ന ഇന്ത്യൻ കറൻസി ഹവാലയായി ഇന്ത്യയിൽ വിതരണം ചെയ്യും. 10 മുതൽ 20% വരെ കമ്മീഷനാണ് റിവേഴ്സ് ഹവാലയ്ക്കുള്ളത്. നന്ദി.